ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുഡ് വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. മുട്ടയും പഴവും വെച്ചിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പഴവും മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി റെഡിയാക്കാനായിട്ട് ഈ ഒരു രീതിയിലുള്ള നേന്ത്രപ്പഴമാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് പഴുത്ത പഴം എടുക്കാനായിട്ട് പാടില്ല. ഈ ഒരു രീതിയിലൊക്കെ പഴുത്ത പഴം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തീരെ കനം കുറച്ചിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇച്ചിരി കട്ടിയോട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ളൊരു പാനിലാണ് കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പഴം പെട്ടെന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ട് ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ഈ നെയ്യ് നമുക്ക് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഒരു പാനിലോട്ട് ഒരു 3 ടീസ്പൂണോളം പൊടിച്ച പഞ്ചസാര നമുക്ക് മുഴുവനായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴത്തിൻ്റെ ആ ഒരു ചെറിയ പീസ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു പാത്രത്തിൽ മുഴുവനായിട്ട് വരുന്ന രീതിയിൽ നന്നായിട്ട് നിരത്തിയിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി മറ്റൊരു പാത്രത്തിൽ ഇത് ഇങ്ങനെയുള്ളൊരു ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസോളം ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണ ഒന്നും ഈ ഒരു ഓയിലിന് പകരമായിട്ട് ഒഴിക്കാനായിട്ട് പാടില്ല. വെളിച്ചെണ്ണ ഉപയോഗിച്ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ഒരു പച്ചക്കുത്തലുണ്ടാകും കേട്ടോ. ഒന്നില്ലെങ്കിൽ ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഒരു ഓയിൽ, അല്ലാന്നുണ്ടെങ്കിൽ പാം ഓയിൽ ഉപയോഗിക്കാം. ഇനി ഇത് ഈ ഒരു സ്നാക്കിന് നല്ലൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസോളം പൊടിച്ച പഞ്ചസാരയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഒരു കോഴിമുട്ട മുഴുവനായിട്ടും പൊട്ടിച്ച് ഉടച്ച് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ഒഴിച്ചു കൊടുത്ത മുട്ടയുടെ മണം നന്നായിട്ടൊന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ പട്ട പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെയുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ഈ ഒരു പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മുട്ടയിലും അതേപോലെ ഈ ഒരു ഓയിലും നന്നായിട്ട് അലിയുന്ന രീതിയിൽ നന്നായിട്ട് നല്ല ഫോഴ്സായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലോട്ടായിട്ട് ഞാനൊരു അരിപ്പ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ അരിപ്പയിലോട്ട് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ പഞ്ചസാര അതുപോലെ ഓയിലൊക്കെ അളന്നെടുത്തത് അതേ സെയിം ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസോളം മൈദ നമുക്ക് ഈ ഒരു അരിപ്പയിൽ കൂടി ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത ഈ ഒരു സ്നാക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്തിനാണെന്നറിയാലോ, നമ്മൾ ഇട്ട് കൊടുത്ത് ഈ ഒരു ബേക്കിംഗ് പൗഡറും ഉപ്പും ഒക്കെ ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അരിപ്പയിൽ കൂടി തന്നെ ഈ ഒരു മിക്സിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇങ്ങനെയുള്ള ഒരു വിസ്കോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുത്ത മൈദയുടെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മിക്സ് ചെയ്തെടുത്ത് ഈ ഒരു മാവ് ഇച്ചിരി കട്ടിയായതുകൊണ്ട് ഈ ഒരു ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഗ്ലാസ്സിൽ ഒരു 1/4 ഗ്ലാസോളം ഇളം ചൂടുള്ള പാലും കൂടി ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പാല് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കാനായിട്ട് പാടില്ല. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ആ ഒരു മൈദയുടെ കട്ടകൾ നന്നായിട്ട് ഉടച്ച് നല്ല ലൂസായിട്ടുള്ള ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു ബാറ്റർ നമ്മൾ നേരത്തെ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു പാനിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പഴത്തിനെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബാറ്ററി ഈ ഒരു പാനിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി സ്റ്റൗവിൽ നമ്മൾ ഇങ്ങനെയുള്ളൊരു പാന് അടിയിൽ വെച്ചതിന് ശേഷം വേണം നമ്മൾ ബാറ്റർ ഒഴിച്ച പാന് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബാറ്റർ ഒഴിച്ച പാന് ഡയറക്റ്റായിട്ട് സ്റ്റൗവിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ പഴമൊക്കെ അടിയിൽ വെച്ചത് കാരണം അത് പെട്ടെന്ന് അടിയിൽ പിടിച്ചു പോകാൻ, അതായത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് അടച്ചു കൊടുക്കുക. എന്തെങ്കിലും ഇതുപോലുള്ള വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ കറക്റ്റ് 15 മിനിറ്റ്
അപ്പോൾ കറക്റ്റ് 15 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗത്ത് എന്തെങ്കിലും ഒരു സ്ക്വയറോ അല്ലാന്നുണ്ടെങ്കിൽ കത്തിയോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി നോക്കുക. കറക്റ്റായിട്ട് അവർ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സാധനം നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇത് നമുക്കിതിനെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ട് ഇതൊന്ന് ഈ ഒരു സൈഡും കൂടി മൊരിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സ്നാക്കിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തന്നെയാണ്. നമ്മൾ ഒരു മുട്ടയൊക്കെ ചേർത്തെടുത്തുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. പിന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പീസിൻ്റെ ഫോട്ടോസൊക്കെ എനിക്ക് മെയിൽ ഐ ഡിയിൽ അയച്ചു തരിക. മെയിൽ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മറക്കാതെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അയച്ചു തരിക. കൂടാതെ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.